Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാതമംഗലം കൈതപ്രത്ത് ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവം. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മാതമംഗലം പുനിയങ്കോട് സ്വദേശി ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സമീപത്തെ വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടെത്തി. അരനൂറ്റാണ്ടുകാലം പയ്യന്നൂരിന്റെയും ഉത്തര മലബാറിന്റെയും മനസ്സുകൾക്ക് ഹൃദിസ്ഥമാണ് പി അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്ന പേര്. സാംസ്കാരിക യോഗങ്ങളിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന മികച്ച പ്രഭാഷണത്തിന്റെ ഉറവിടമായാണ് അപ്പുക്കുട്ടൻ മാഷെ കണ്ടിരുന്നത്. അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരത്തിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്ന വിതരണക്കാരെ ജില്ലാ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുതൽ പിന്തുടർന്ന് പയ്യന്നൂർ പെരുമ്പയിൽ വെച്ച് പിടികൂടി. ലോറി കണ്ടുകെട്ടി 10,000 രൂപ പിഴ ചുമത്തി. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ എം വി അപ്പുക്കുട്ടൻ ബജറ്റ് അവതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മാതമംഗലം കൈതപ്രത്ത് ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മാതമംഗലം പുനിയങ്കോട് സ്വദേശി ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കൈതപ്രം വായനശാല ഗ്രൗണ്ടിന് സമീപത്തെ പുതിയതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് ശബ്ദം കേട്ടത്. പടക്കം പൊട്ടിയ ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത്. എന്നാൽ വെടിയേറ്റു മരിച്ച രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്ന് സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത്. നാട്ടുകാർ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലാണ് രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചിലാണ് വെടിയേറ്റത്. രാധാകൃഷ്ണന്റെ ഭാര്യ മിനി, വിദ്യാർത്ഥികളായ അർപ്പിത്, അമർനാഥ് എന്നിവരാണ് മക്കൾ. വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ ഒളിച്ചുനിന്ന പ്രതി സന്തോഷിനെ പിടികൂടിയത്. പ്രതി മദ്യലഹരിയിലായിരുന്നു. രാധാകൃഷ്ണന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൈതപ്രത്തേക്ക് കൊണ്ടുപോയി. കൈതപ്രം പൊതുജന വായനശാലയിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. BJP പ്രാദേശിക നേതാവ് കൂടിയായ രാധാകൃഷ്ണന്റെ മൃതദേഹത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാതമംഗലം കൈതപ്രത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സമീപത്തെ വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടെത്തി.
വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും കൊല നടന്ന വീട്ടിലും പരിസരത്തും പരിശോധന നടത്തിയെങ്കിലും വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന തോക്ക് കണ്ടെത്തിയിരുന്നില്ല. വൈകുന്നേരത്തോടെ പ്രതിയുമായി പരിയാരം പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. സമീപത്തെ വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടെത്തി. സന്തോഷ് തന്നെയാണ് തോക്ക് പോലീസിന് കാണിച്ചു കൊടുത്തത്. രാധാകൃഷ്ണന്റെ ഭാര്യയുടെ അമ്മ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത്. നെഞ്ചത്ത് വെടിയുണ്ട തുളഞ്ഞു കയറിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദത്തിന് തടസ്സം നിന്നതാണ് കൊലയ്ക്ക് കാരണമെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകി. വെള്ളിയാഴ്ച രാവിലെ രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പി അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്ന പേര് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം പയ്യന്നൂരിന്റെയും ഉത്തര മലബാറിന്റെയും മനസ്സുകൾക്ക് ഹൃദിസ്ഥമാണ്. സാംസ്കാരിക യോഗങ്ങളിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന മികച്ച പ്രഭാഷണത്തിന്റെ ഉറവിടമായാണ് അപ്പുക്കുട്ടൻ മാഷെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാഷിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നാട് മുഴുവനും അന്നൂർ വില്ലേജ് ഹാളിലെത്തിയിരുന്നു. ഉച്ചയോടെ സംസ്കാരം നടന്നു. ശ്രോതാക്കൾ കാതുകൂർപ്പിച്ചിരുന്ന ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കലാസമിതികളുടെയും ക്ലബ്ബുകളുടെയും വാർഷികങ്ങളുടെയും അവിഭാജ്യ ഘടകമായ അതിഥി. പ്രതിദിനം 2-3 പ്രഭാഷണങ്ങൾ. വാക്കുകൾക്ക് അനാദൃശ്യമായ സൂക്ഷ്മത. വളരെ കൃത്യമായും കണിശമായും ഉപയോഗിക്കുന്ന വാഗ്ധോരണിയിൽ ഒരാളെയും അദ്ദേഹം നോവിക്കാറില്ല. കുട്ടികളടക്കം എല്ലാ വിഭാഗക്കാരെയും ആകർഷിക്കുന്നതാണ് മാഷിന്റെ പ്രസംഗം. 80കളിൽ പയ്യന്നൂരിലെ ഏറ്റവും തിരക്കേറിയ പ്രഭാഷകൻ അപ്പുക്കുട്ടൻ മാഷായിരുന്നു. അധ്യാപകൻ, സാംസ്കാരിക പ്രഭാഷകൻ, സാഹിത്യ നിരൂപകൻ, നാടക പ്രവർത്തകൻ, കലാസ്വാദകൻ, സംഘാടകൻ എന്നീ നിലകളിൽ ഉത്തര കേരളത്തിന്റെ സാന്നിധ്യമറിയിച്ച വ്യക്തിത്വമാണ് പി അപ്പുക്കുട്ടൻ മാസ്റ്റർ. 6 പതിറ്റാണ്ടോളം നീണ്ട പ്രഭാഷണ സപര്യ, സാഹിത്യ നിരൂപണ രംഗത്തെ സംഭാവനകൾ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനം, കലാസംഘാടനത്തിലെ സംഭാവനകൾ എന്നിവയിലൂടെ അവിശ്രമം സമൂഹത്തിൽ സഞ്ചരിച്ച പി അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് പൊതുരംഗത്ത് അദ്വിതീയമായ സ്ഥാനമാണുള്ളത്. കേരളീയ സാംസ്കാരിക മണ്ഡലത്തെ ജനകീയമാക്കുന്നതിൽ പി അപ്പുക്കുട്ടൻ മാസ്റ്റർ വഹിച്ച പങ്ക് സവിശേഷമാണ്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച മാസ്റ്റർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. കേരളീയ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച മാസ്റ്ററുടെ വിയോഗം സാംസ്കാരിക മേഖലയ്ക്ക് തീരാനഷ്ടം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എഴുത്തുകാരെയും കലാകാരന്മാരെയും ചേർത്തു നിർത്തുന്നതിനും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന് സർഗാത്മക ഉണർവ് സൃഷ്ടിക്കുന്നതിനും പി അപ്പുക്കുട്ടൻ മാസ്റ്റർ നൽകിയ നേതൃപാടവം അവിസ്മരണീയമാണ്. മാഷിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രമുഖർ. അത്രമാത്രം ലാളിത്യത്തിൻ്റെ ഉടമയായിരുന്നു അപ്പുക്കുട്ടൻ മാഷ്. അദ്ദേഹം നിരന്തരമായി വായിച്ചു, പുതിയ കാലത്തോടൊപ്പം സഞ്ചരിച്ചു. പുതിയ തലമുറയിൽ കൂടി അത്ഭുതം ഉണർത്തുന്ന രീതിയിലാണ് ഏറ്റവും നവീനമായിട്ടുള്ള ആശയങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളും അപ്പുക്കുട്ടൻ മാഷ് സമൂഹവുമായിട്ട് പങ്കുവച്ചു നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം പയ്യന്നൂരിനുള്ള ഏറ്റവും വലിയ ഒരു നഷ്ടമാണ്. പയ്യന്നൂർ സാംസ്കാരികമായും സാമൂഹികമായും അടയാളപ്പെടുത്തപ്പെടുന്ന പല പേരുകളിൽ പ്രധാനപ്പെട്ട പേരാണ് അപ്പുക്കുട്ടൻ മാസ്റ്ററുടേത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സർവ്വ ആദരവും അർപ്പിക്കുകയാണ്. ജ്യേഷ്ഠസമാനായ ഈ മഹാനായ സാംസ്കാരിക പ്രവർത്തകന്, എഴുത്തുകാരന്, അദ്ദേഹം സംഗീത അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഒപ്പം പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ആസൂത്രണം ചെയ്ത ഭാവനാപൂർണമായ എല്ലാ പരിപാടികളും ഞാനും കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, മുരളി കൂടി ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊന്നും പൂർത്തിയാക്കാനാവില്ല എന്നാണ്. പിന്നീട് എപ്പോഴും പറയുന്നത്, എപ്പോഴെങ്കിലും ഒരിക്കൽ മുരളി വീണ്ടും ആ സെക്രട്ടറിയുടെ കസേരയിൽ വന്നിരിക്കുമ്പോഴാണ് സംഗീത അക്കാദമി ഒരിക്കൽ കൂടി ചടുലമാവുക എന്നതാണ്. ഞാൻ എൻ്റെ മാർഗദർശിയായി സംഗീത അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കസേരയിൽ ഇരിക്കുമ്പോഴും കാണുന്നത് അപ്പുക്കുട്ടൻ മാഷെയാണ്. തീർച്ചയായും അദ്ദേഹത്തെ അടുത്തറിയുന്ന, അദ്ദേഹത്തിൻ്റെ ഈ സർഗസിദ്ധികളുടെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും ആ തോന്നലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.
ഇന്ന് യാത്രയാവുന്ന അപ്പുക്കുട്ടൻ മാഷ്ക്ക് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന വിട. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്നൊരു കാലം. ആ സമയത്താണ് എനിക്ക് കേരള സംഗീത നാടക അക്കാദമി കിട്ടുന്നത്. അപ്പം അങ്ങനൊരു കൂടുതൽ അടുത്ത ബന്ധം. അടുത്ത കാലത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിനെ വന്ന് കണ്ടിരുന്നു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അപ്പുക്കുട്ടൻ മാഷ് വന്ന് കണ്ടിരുന്നു. സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉൾപ്പെടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അസുഖം വയ്യായികയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലായി സംസാരിച്ചു. എന്തായാലും കൂടുതൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയി എന്നതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നന്ദി, നമസ്കാരം. ഈ നാട്ടിലെ സാമൂഹ്യ വിപ്ലവത്തിന് ഏറ്റവും നല്ല പ്രവർത്തനമാണ് അപ്പുക്കുട്ടൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ സംഭാവന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ചെറിയ കാലം മുതൽ ശ്രവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ്. ആ സൂര്യ തേജസ്സിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളത്. പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും സർഗാത്മകമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇല്ലാത്ത സാമൂഹിക പ്രസ്ഥാനങ്ങളും കലാപ്രസ്ഥാനങ്ങളുമില്ല. കേരളത്തിൽ നടക്കുന്ന ഏത് സാംസ്കാരിക ചലനവും വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുകയും ആ ചലനങ്ങളെ സ്വന്തം നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വിചിത്രമായ സാംസ്കാരിക ഊർജ്ജമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർ പ്രസവിച്ച ഉജ്ജ്വലനായ ഒരു സാംസ്കാരിക ഭടനാണ്, കൾച്ചറൽ ആക്ടിവിസ്റ്റാണ് അപ്പുക്കുട്ടൻ മാഷ് എന്ന് പറയാം. നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരാളെയാണ്. ദീർഘകാലം ജീവിച്ചു. അവസാനകാലം അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും നടുവിൽ ജീവിക്കേണ്ടി വന്നു. ഓർമ്മയുടെ പ്രശ്നമുണ്ടായി. എങ്കിലും അദ്ദേഹം പ്രവർത്തിച്ച കാലം ഉജ്ജ്വലമായിട്ടുള്ള കാലമാണ്. നമുക്കെല്ലാം ആ ജീവനോട് കടപ്പാടുണ്ട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരത്തിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന വിതരണക്കാരെ ജില്ലാ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുതൽ പിന്തുടർന്ന് പയ്യന്നൂർ പെരുമ്പയിൽ വെച്ച് പിടികൂടി ലോറി കണ്ടുകെട്ടി. 10,000 രൂപ പിഴ ചുമത്തി. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ ഇനിയും തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് സ്ഥിരമായി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കോഴിക്കോട് നിന്നും വിതരണത്തിനായി എത്തിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഈ വാഹനം പയ്യന്നൂർ എത്തിയപ്പോഴാണ് സ്ക്വാഡിന് പിടികൂടാൻ സാധിച്ചത്. ഏകദേശം 350 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 10,000 രൂപ പിഴ ചുമത്തി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്ക്വാഡുകൾ എല്ലായിടത്തും പരിശോധന തുടരുകയാണെന്നും ഇത്തരത്തിലുള്ള നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വ്യാപാരി സമൂഹവും ഒഴിവാക്കണമെന്നും ഇനിയും ആവർത്തിക്കുന്ന പക്ഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ അഷറഫ് അറിയിച്ചു. ഏകദേശം 350 കിലോയ്ക്കടുത്ത് നിരോധിത വസ്തുക്കൾ സ്ക്വാഡ് 1, സ്ക്വാഡ് 2 എന്ന 2 സ്ക്വാഡിനെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ക്യാമ്പയിനായ മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് സ്ക്വാഡുകൾ എല്ലാ തലത്തിലും, പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തലത്തിലും മറ്റ് IBOമാരുടെ തലത്തിലും ജില്ലാ തലത്തിലും സ്ക്വാഡുകൾ എല്ലാ തലങ്ങും വിലങ്ങുമായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞത്. ഇനിയും ഇത്തരത്തിലുള്ള പരിശോധന മുന്നോട്ട് പോകുന്നതാണ്. വ്യാപാരികളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ 2016 മുതൽ ഇങ്ങോട്ട് നിരോധിക്കപ്പെട്ടതാണ്. അതിനിയും സുലഭമായി ഇവിടെ ലഭ്യമാകാത്ത, ഇത് തീർത്തും നിരോധിക്കപ്പെട്ട വസ്തുക്കൾ വ്യാപാരി സമൂഹവും അത് നിരോധിച്ചുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഒരു ഹരിതാപമായ അന്തരീക്ഷം ഉണ്ടാക്കാനും നിയമം പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുവാനും നമ്മൾ ഈ സമയത്ത് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, അജിത KV, ശ്യാം കൃഷ്ണൻ, അനീഷ് കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഏതെങ്കിലും ഏജൻസികൾ ഇനിയും ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സാമൂഹ്യ വിരുദ്ധരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. നമ്മുടെ നാടിനകത്ത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്.
അതിനെ മറികടന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഏജൻസികൾ ആരായാലും കർശനമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിന് ഒരു പാഠമാണ്. ഇത്തരം ഏതെങ്കിലും ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളത് അറിയിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ എം.വി. അപ്പുക്കുട്ടൻ ബജറ്റ് അവതരണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സലയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ എം.വി. അപ്പുക്കുട്ടൻ ബജറ്റ് അവതരണം നടത്തി. ആകെ 12,46,09,862 രൂപ വരവും 11,84,37,750 രൂപ ചെലവും 61,72,112 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖല, റോഡ് വികസനം, പാർപ്പിട മേഖല, വനിതാ വികസനം, ഭിന്നശേഷി വിഭാഗം, വയോജനക്ഷേമം, പാലിയേറ്റീവ് തുടങ്ങിയ മേഖലയ്ക്ക് മുൻഗണന നൽകിയുള്ളതായിരുന്നു ബജറ്റ്. സാമൂഹ്യനീതി, പിന്നോക്കക്ഷേമ വികസനം, സ്വയം തൊഴിൽ സംരംഭം, പൊതുജനാരോഗ്യം തുടങ്ങിയവയ്ക്കും പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് ഏഴഴക് എന്ന സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കും. സാമൂഹ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അതിജീവനത്തിന് ദിശാബോധം നൽകുന്ന വിധത്തിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി അടുത്തിലയിൽ വാഹനാപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അടുത്തിലയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടപാതയായി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. മംഗലാപുരത്ത് നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1 മാസം മുൻപാണ് പഴയങ്ങാടി എരുപുരമിറക്കത്തിൽ കാൽനടയാത്രക്കാരി വാഹനമിടിച്ച് മരിച്ചത്. പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. റോഡിന്റെ അശാസ്ത്രീയതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ മിക്കതും വാഹനമിടിച്ച് തകർന്ന അവസ്ഥയിലാണ്. ഇവ പുതുക്കിപ്പണിയാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയ റോഡ് മിക്കയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. ഇതെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇനി മഴക്കാലം വരുന്ന നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് ഇതിൽ കൂടുതൽ അപകടങ്ങളാണ് നടക്കാണ്ട് പോകുന്നത്. പിന്നെ ഇവിടെ മതിയായ ഈ സിഗ്നൽ പോസ്റ്റുകളോ പിന്നെ കിലോമീറ്റർ സ്ഥാപിക്കുന്ന ബോർഡുകളോ ഒന്നുമില്ല. എല്ലാം ഓരോ ആക്സിഡന്റ് തകർന്നിട്ട് പിന്നെ പുനഃസ്ഥാപിക്കപ്പെടാത്ത സാഹചര്യമുള്ളത്. അധികൃതർ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്പീഡ് ലിമിറ്റ് ബോർഡുകളും മറ്റ് മതിയായ സുരക്ഷകൾ ഉൾപ്പെടെയുള്ള ഇത് ഏർപ്പെടുത്തണമെന്ന് പറയാനുള്ളത്. വാഹനയാത്രക്കാരുടെയും കാൽനടയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വലിയ പറമ്പിലേക്കുള്ള പ്രവേശന കവാടമായി അറിയപ്പെടുന്ന ഇടയിലേക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കെണി. ഇടയിലേക്കാട്ടിലെ പാതയിൽ വളവുകളിൽ ഉൾപ്പെടെ കിളച്ചിട്ട കരിങ്കൽ ചീളുകളിൽ കയറി നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. അപകടമുണ്ടാക്കുന്ന തരത്തിൽ കല്ലുകൾ ഇളകി തെറിച്ചിട്ടുള്ളത്. പാതയുടെ 2 ഭാഗത്തും ഇട്ടിട്ടുള്ള കരിങ്കൽ ചീളുകൾ ഇടയിലക്കാട് ബണ്ട് കഴിഞ്ഞുള്ള വളവിലും റൈസ് മില്ലിന് മുന്നിലുള്ള വളവിലും ഇടയിലക്കാട് നാഗം ജംഗ്ഷനിലും വേണുഗോപാല ക്ഷേത്രം വളവിലുമാണ് അപകടക്കെണിയായിട്ടുള്ളത്. കുടിവെള്ള പൈപ്പുകൾ കൊണ്ടുപോകാൻ എടുത്ത കുഴികളിൽ മണ്ണ് മൂടി അതിനു മുകളിൽ അശാസ്ത്രീയമായ രീതിയിൽ കരിങ്കൽ ചീളുകൾ നിരത്തിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞും പണി പൂർത്തിയാകാത്തതുമൂലമാണ് ഇളകി തെറിച്ചിട്ടുള്ളത്. ഇടയിലക്കാട് റൈസ് മിൽ പരിസരത്തെ വളവിൽ സ്ത്രീ ഓടിച്ച സ്കൂട്ടർ കരിങ്കൽ ചീളുകളിൽ കയറി നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നുവീഴുകയായിരുന്നു. വളവിലെ കുളത്തിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അപകടം നടന്ന് സെക്കൻഡുകൾക്കകം ഇതുവഴി മിനി ബസ് കടന്നുപോകുകയും ചെയ്തു. യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും തെന്നി വീണിരുന്നു. ഇതുവഴി കടന്നുപോകുന്ന ടിപ്പറുകളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വളവുകളിൽ പാതയുടെ നടുവിലേക്ക് കരിങ്കൽ ചീളുകൾ തെറിച്ചു വീഴുകയാണ്. ഇളകിത്തെറിച്ച ചീളുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കയറിയാണ് അപകടമുണ്ടാകുന്നത്. റീടാറിംഗ് പ്രവൃത്തി മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ അരികിലേക്ക് മാറ്റി കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലാകും ഇത് കലാശിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ചീമേനി തുറന്ന ജയിലിലെ പശുക്കളും ആടുകളും കോഴികളും പന്നികളുമെല്ലാം ജയിലിന് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ജയിലിന് ഇത് പ്രതാപകാലമാണ്. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്യുകയാണ് ചീമേനി തുറന്ന ജയിൽ. 5 ഫാമുകളിലായി 60ഓളം പശുക്കളുണ്ട് ഇവിടെ. അതിൽ തന്നെ വിവിധ ഇനങ്ങളിൽ പെടുന്നവ പാലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. HF, ജേഴ്സി, ഗിർ, കൃഷ്ണഗിരി, കാസർഗോഡ് എന്നിങ്ങനെ പോകുന്നു ഇനങ്ങൾ. തീറ്റപ്പുല്ല് ഇവിടെ തന്നെ നട്ടുവളർത്തുന്നുണ്ട്. പാൽ സൊസൈറ്റികൾ വഴി വിൽപ്പന നടത്തിയും സർക്കാരിലേക്ക് വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 75ഓളം ആടുകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. അതുപോലെ 3000-ലധികം കോഴികളും ഇവിടെ കൃഷി അനുബന്ധ മേഖല എന്ന നിലയിൽ വളർത്തുന്നുണ്ട്. ഇതിൻ്റെ ചാണകം ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ആട്ടിൻ്റെ കാഷ്ടം, അതുപോലെ കോഴിക്കാഷ്ടം എല്ലാം തന്നെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പരസ്പര ബന്ധിതമായ ഒരു കാർഷിക സംസ്കാരമാണ് ഈ ജയിലിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. കറവയ്ക്ക് യന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. വലിയൊരു ആടുഫാം തന്നെ ഇവിടെയുണ്ട്. മലബാറി ഇനത്തിൽപ്പെടുന്നതാണ് ഏറെയും. കൂടാതെ ഇറച്ചിക്കോഴികളെയും വളർത്തുന്നു. ഇത് ജയിലിലെ കഫയിലേക്ക് ഉപയോഗിക്കുന്നു. പന്നി ഫാമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഫാമുകളിൽ നിന്നെല്ലാമുള്ള വളമാണ് ഇവിടുത്തെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെറ്റായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് BJP കണ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP കണ്ണൂർ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെറ്റായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ചുകൊണ്ട് BJP കണ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP കണ്ണൂർ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജിജേഷ് അണ്ണാമല, മധു മാട്ടൂൽ, വിജു കെ ചെറുകുന്ന്, രാജേഷ് P, ബിജു പാളത്ത്, രതീഷ് പൂക്കോട്ടി, ഹരിദാസ് കവണിശ്ശേരി, ഗീത MV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാർച്ച് 24-25 അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിന്റെ ഭാഗമായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ പ്രകടനം SBI മെയിൻ ബ്രാഞ്ചിന് സമീപം അവസാനിച്ചു. ബാങ്കുകളിലെ എല്ലാ തസ്തികകളിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, പുറം കരാർവൽക്കരണം അവസാനിപ്പിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ മാർച്ച് 24-25 തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുന്നതിന്റെ മുന്നോടിയായി UFBUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം SBI മെയിൻ ബ്രാഞ്ചിന് സമീപം സമാപിച്ചു. സമരത്തിന് ആധാരമായ കാര്യങ്ങൾ മനോജ് കുമാർ വിശദീകരിച്ചു. സതീഷ് ബാബു സ്വാഗതം പറഞ്ഞു. വിവിധ UFBU ഘടക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അനീഷ് കൃഷ്ണൻ, ലിഖിൽ, വിനോദ് കൃഷ്ണൻ, NK സുരേന്ദ്രൻ, KP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉൽപാദനക്കുറവും രോഗബാധയും തങ്ങളുടെ നടുവൊടിക്കുകയാണെന്ന് കമുക് കർഷകർ. വില കുറച്ച് മെച്ചപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ദുർവിധി തങ്ങളെ തളർത്തുന്നതെന്നും ഇവർ പരിതപിക്കുന്നു. കാർഷിക മേഖലയുടെ തകർച്ച കമുക് കർഷകരെയും ബാധിച്ചിരിക്കുന്നു. ഉൽപാദനക്കുറവും രോഗബാധയും തങ്ങളുടെ നടുവൊടിച്ചിരിക്കുകയാണെന്ന് കമുക് കർഷകർ പറയുന്നു. വില കുറച്ച് മെച്ചപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ദുർവിധി തങ്ങളെ തളർത്തുന്നതെന്നും ഇവർ പരിതപിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായി പലവിധ രോഗങ്ങളിലൂടെ പ്രതിസന്ധിയിലാണ്. കവുങ്ങ് കൃഷി ഇല്ലതാണ് നമുക്ക്. കവുങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. അടക്ക അഥവാ പിടിച്ചാൽ തന്നെ അത് പറിച്ചെടുക്കാൻ ആൾക്കാരില്ല. മഹാളി രോഗം വന്ന് മുഴുവനും വീണ് പോകുമെന്ന്
എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഇതെല്ലാം തന്നെ. മഞ്ഞരോഗം, ഇലകരിയൽ രോഗം തുടങ്ങിയവ കമുകുകളെ നശിപ്പിച്ചു. അടയ്ക്ക ഉൽപാദനം തന്നെ കുറഞ്ഞു. മരുന്നിന് തീ വിലയാണ്. വാങ്ങിയാൽ തന്നെ ഇത് തളിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കമുക് കർഷകർ കടന്നുപോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരത്തിലെത്തുന്നവർക്ക് ചൂടും ദാഹവും ശമിപ്പിക്കാൻ കുടിവെള്ള സംവിധാനമൊരുക്കി മാതൃകയായി ഓട്ടോ തൊഴിലാളികൾ. പയ്യന്നൂർ ബോംബെ ഹോട്ടൽ ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയാണ് ഈ മാതൃകാ പ്രവർത്തനത്തിന് പിന്നിൽ. കടുത്ത വേനൽ ചൂടിൽ പയ്യന്നൂർ നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളവുമായി ഓട്ടോ തൊഴിലാളികൾ. പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ബോംബെ ഹോട്ടൽ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയാണ് കുടിവെള്ള സംവിധാനം ഒരുക്കിയത്. ഒപ്പം ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഇവർ നടത്തുന്നുണ്ട്. വേനൽ ചൂട് പോലെ തന്നെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. അതിനായി കുടിവെള്ളത്തിന് സമീപം ലഹരി വിരുദ്ധ ബാനറും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാനറിൽ ഉയർത്തി വരുന്ന 2 മുദ്രാവാക്യങ്ങളാണ്. അത് രണ്ടും നമ്മളെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ചൂടുകളാണ്. ഒന്ന് വേനൽ ചൂട്, അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വരുന്ന തലമുറ നശിച്ചു പോകുന്ന ചൂട്. ഈ 2 ചൂടും നമ്മൾ അതിജീവിക്കണം. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ് നമ്മൾ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ബോംബെ ഹോട്ടലിൻ്റെ സമീപത്തുള്ള എല്ലാ ഓട്ടോ ഡ്രൈവർമാരും തയ്യാറായത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു കുടിവെള്ളം ഇവിടെ സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഇത് അടുത്ത മുദ്രാവാക്യമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന തലമുറയെ വെളിച്ചം മോതുന്ന രീതിയിലാണ് ഈ പോസ്റ്റർ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഈ ജലത്തിന്, ഈ കുടിവെള്ളം എല്ലാവരും സ്വീകരിച്ച് നമ്മൾ ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ, നിർജ്ജലീകരണം ഒഴിവാക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന വാദ്യോപകരണ വിതരണം നിർവഹിച്ചു. പട്ടികജാതി മേഖലയിലുള്ള യുവജന ഗ്രൂപ്പുകൾക്ക് ഉപജീവനമാർഗം എന്ന നിലയിലാണ് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തത്. വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതിയും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ 1,48,500 രൂപയാണ് പദ്ധതി അടങ്കൽ തുക. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എ. പ്രാർത്ഥന വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത് മുതൽ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി വെച്ചുകൊണ്ട് 10 പേർക്ക് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനായിരുന്നു ഇത്തരത്തിൽ ചെണ്ട നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 പേരില്ല 7 പേർക്കുള്ള ചെണ്ടയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ജിഷ ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. ശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം. കരുണാകരൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസൻ എം എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു സ്വാഗതം പറഞ്ഞു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രായപ്പൻ സ്റ്റാൻലി നന്ദി പ്രകാശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഗുണഭോക്താക്കൾ, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജനമൈത്രി പോലീസ് പയ്യന്നൂർ, RTO പയ്യന്നൂർ, ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കരിങ്കുഴി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പയ്യന്നൂർ DYSP വിനോദ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ജനമൈത്രി പോലീസ്, RTO പയ്യന്നൂർ, ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കരിങ്കുഴി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പയ്യന്നൂർ DYSP വിനോദ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. രാസലഹരികളാണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. നമ്മളിതുവരെ ഒരു 2 വർഷം 3 വർഷം മുമ്പ് വരെ നമ്മൾ, അല്ലെങ്കിൽ കൊറോണ കാലം വരെ നമ്മൾ കേട്ടത് എന്താണ്? കഞ്ചാവിന് ഭയങ്കര സംഭവമാണ് അല്ലേ? കഞ്ചാവാണ് ലഹരി വേണ്ടി അധികം ആൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അതുപോലുള്ള അല്ലെങ്കിൽ കറുപ്പ് ഇതുപോലുള്ളത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചെടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ലഹരികളാണ് വലിയ കാര്യമായി കണക്കാക്കുന്നത്. ഇന്നാണെങ്കിലോ MDMA, മെത്താപെറ്റാമിൻ, LSD സ്റ്റാമ്പ്,
അതുപോലുള്ള പല മാരകമായ രാസലഹരികളിലേക്ക് നമ്മുടെ സമൂഹം. പയ്യന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TV വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഉബൈദ് M സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഹാരിസ് EP, അജിത് കുമാർ N, ഗിജേഷ് T എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വി രാജീവൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യമുക്തം നവകേരളം ചെറുകുന്ന് പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ പ്രഖ്യാപനം നിർവഹിച്ചു. ചെറുകുന്ന് പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ നിർവഹിച്ചു. കോവിഡ് ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് ശുചീകരണ പ്രവർത്തനമാണ്. നമ്മുടെ കയ്യിലും ശരീരത്തിലൊക്കെ നമ്മുടെ ക്യാമ്പയിൻ പ്രോഗ്രാം ആരംഭിച്ചതാണ്. അപ്പോൾ പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചീകരണം തന്നെയാണ്. മറ്റൊന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ അധ്യക്ഷത വഹിച്ചു. ദിലീപ് പുത്തലത്ത്, PN സീഷ്മ, CH പ്രദീപ് കുമാർ, TA നിർമ്മല, K അനിത, K പത്മിനി, രേഷ്മ പരാഗൻ, KV നാരായണൻ, K മോഹനൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി മേഖലയിലുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പട്ടികജാതി മേഖലയിലുള്ള 7 വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇത്തരത്തിൽ 7 പേർക്കാണ് ലാപ്ടോപ്പ് വിതരണം നടത്തുന്നത്. അതുപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന മുന്നേറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. നല്ല സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായ വിവിധ തരം കോഴ്സുകൾ എല്ലാം തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ലാപ്ടോപ്പ് ഇന്ന് ഹൈടെക് സംവിധാനമാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P കരുണാകരൻ മാസ്റ്റർ, K ജിഷ ബേബി, K ശോഭ, പഞ്ചായത്ത് സെക്രട്ടറി M ഉല്ലാസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു സ്വാഗതവും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രായപ്പൻ സ്റ്റാൻലി നന്ദിയും പറഞ്ഞു. ജനറൽ വിഭാഗം വികസന ഫണ്ടും വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതിയിൽ നിന്നുമായി 2,59,000 രൂപ വകയിരുത്തിയാണ് പട്ടികജാതി മേഖലയിലുള്ള 7 വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഗുണഭോക്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു. SPCയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ ദീപം തെളിയിച്ചത്. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പോരാടാനുള്ള സന്ദേശം വിളിച്ചോതി ദീപം തെളിയിച്ചു. SPCയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ ദീപം തെളിയിച്ചത്. സ്കൂളിൽ മാത്രമല്ല, വീടുകളിലും കുട്ടികളും വീട്ടുകാരും ചേർന്ന് ഗൃഹാങ്കണ ജ്വാല തീർത്തു. നമ്മളെ കുട്ടികളുടെ എല്ലാം വീടുകളിൽ എല്ലാ സമയത്തും സന്തോഷം നിറഞ്ഞു നിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുട്ടികളെ അടക്കം ബാധിക്കുന്ന ലഹരി മാഫിയകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഒരു ദിവസം നമ്മൾ നൽകുന്നത്. അതിൻ്റെ ഭാഗമായി SPCയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെ വീടുകളിലും, SPC സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികളുടെ വീടുകളിലും ഈ ഒരു ഗൃഹാങ്കണ ജ്വാല തെളിച്ചുകൊണ്ട് സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ടെറസ് മൺചട്ടി വിതരണം വടക്കുംപാട് വെച്ച് നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ടെറസ് മൺചട്ടി വിതരണം വടക്കുംപാട് നടന്നു. 600 യൂണിറ്റ് മൺചട്ടികളും തൈകളുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്നത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ KP അധ്യക്ഷത വഹിച്ചു. 1ാം വാർഡ് മെമ്പർ
മോങ്ങാട്ട് മൊയ്തു, കൃഷി ഓഫീസർ നമിത രഘുനാഥ്, കൃഷി അസിസ്റ്റന്റ് സവിത വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. മാതമംഗലം കൈതപ്രത്തെ ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവം. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മാതമംഗലം പുനിയങ്കോട് സ്വദേശി ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സമീപത്തെ വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടെത്തി. അരനൂറ്റാണ്ടുകാലം പയ്യന്നൂരിന്റെയും ഉത്തര മലബാറിന്റെയും മനസ്സുകൾക്ക് ഹൃദിസ്ഥമാണ് പി അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്ന പേര്. സാംസ്കാരിക യോഗങ്ങളിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന മികച്ച പ്രഭാഷണത്തിന്റെ ഉറവിടമായാണ് അപ്പുക്കുട്ടൻ മാഷെ കണ്ടിരുന്നത്. അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരത്തിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്ന വിതരണക്കാരെ ജില്ലാ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുതൽ പിന്തുടർന്ന് പയ്യന്നൂർ പെരുമ്പയിൽ വെച്ച് പിടികൂടി. ലോറി കണ്ടുകെട്ടി 10,000 രൂപ പിഴ ചുമത്തി. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ MV അപ്പുക്കുട്ടൻ ബജറ്റ് അവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.